വയനാട് വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ നൂതന സാങ്കേതിക വിദ്യയുമായി വനം വകുപ്പ്. പുൽപ്പള്ളി ചെതലത്ത് റേഞ്ചിൽ ഇലക്ട്രിക് കവല മുതൽ പുതിയിടം വരെ 10 കിലോമീറ്റർ ദൂരത്തിലാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. ആന, കാട്ടുപോത്ത്, കടുവ, പുലി തുടങ്ങിയ വന്യജീവികൾ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്നത് യഥാസമയം അറിയാനും ത്വരിതഗതിയിൽ നടപടിയെടുക്കാനും ഇനി AI-യിലൂടെ സാധിക്കും. വന്യജീവി ആക്രമണം രൂക്ഷമായ പുൽപ്പള്ളിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കിയത്. മണ്ണിനടിയിലൂടെ ഫൈബർ കേബിളുകൾ സ്ഥാപിച്ച് പ്രകമ്പനങ്ങൾ തിരിച്ചറിഞ്ഞാണ് പ്രവർത്തനം. ഇതോടൊപ്പം 2 കിലോമീറ്റർ ഇടവിട്ട് AI ക്യാമറകൾ സ്ഥാപിച്ചും നിരീക്ഷണം നടത്തും. വന്യമൃഗങ്ങൾ അടുത്തെത്തുമ്പോൾ അലാം മുഴക്കുകയും പ്രദേശവാസികൾക്ക് വാട്സാപ്പ്, ടെലിഗ്രാം വഴി മുന്നറിയിപ്പ് നൽകാനും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കഴിയും. പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് പദ്ധതിയുടെ കൺട്രോൾ റൂം. ഈ ഡാസ് കൺട്രോളർ എന്ന് പറയും, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് അക്വസ്റ്റിക് സെൻസിങ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് അക്വസ്റ്റിക് സെൻസിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൃഗങ്ങൾ നടക്കുമ്പോൾ അതിനൊരു പ്രകമ്പനമുണ്ട്. ആ പ്രകമ്പനം അനലൈസ് ചെയ്ത് അത് എവിടെയാണ് ഉണ്ടായത് അതിനെ സെൻഡ് ചെയ്യും. അതിന് തന്നെ ഓരോ മൃഗങ്ങളും മനുഷ്യൻ നടക്കുമ്പോഴും വാഹനങ്ങൾ പോകുമ്പോഴും ആന നടക്കുമ്പോഴും കടുവ നടക്കുമ്പോഴും ഒക്കെ വിവിധ തരം പ്രകമ്പനങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം അനലൈസ് ചെയ്തിട്ട് ഏത് മൃഗമാണെന്നുള്ളത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി തിരിച്ചറിഞ്ഞ് അതിന് നോട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇതുകൊണ്ട്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടു കൂടി ദിനേശ് IT സൊല്യൂഷൻസ് ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. 10 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഈ ഒരു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള സ്കീം നടപ്പിലാക്കുന്നത്. AI ബേസ്ഡ് പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സർവൈലൻസ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റമാണ് പുൽപ്പള്ളിയിൽ സ്ഥാപിച്ചത്. പുതിയ സംവിധാനത്തിലൂടെ വന്യമൃഗങ്ങളുടെ കടന്നുവരവ് ഒരു പരിധിവരെ കുറയ്ക്കാനാകുമെന്നാണ് വനം വകുപ്പ് കരുതുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി വനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഡിവിഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ P പുകഴേന്തി, ഉത്തരമേഖല CCF KS ദീപ, സൗത്ത് വയനാട് DFO അജിത് K രാമൻ, വയനാട് വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് മലയാളം, വയനാട്.